അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കും. മധ്യപൂർവേഷ്യൻ മണ്ണിൽ വീണ്ടും ഒരു വൻ പോരാട്ടത്തിന്റെ കനലുകൾ ആളിക്കത്തുകയാണ്. US സേനയും ഇറാനും തമ്മിൽ ആരംഭിച്ച നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളാണ്. ഇറാനിലെ തെക്കൻ തുറമുഖ നഗരങ്ങളിൽ US വ്യോമസേന നടത്തുന്ന ശക്തമായ ബോംബാക്രമണങ്ങൾക്ക് മറുപടിയായി ഗൾഫ് മേഖലയിലെ US സൈനിക താവളങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ ഡ്രോൺ, മിസൈൽ പ്രത്യാക്രമണങ്ങൾ നടക്കുന്നത്. ബഹ്റൈനിൽ ഒരൊറ്റ ദിവസത്തിൽ 6ാം തവണയും അപകട സൂചനാ സൈറണുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യുദ്ധസമാനമായ ഈ സാഹചര്യങ്ങൾ UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിട്ടുണ്ടെങ്കിലും മേഖലയിലാകെ പടർന്നു പിടിക്കുന്ന ഭീതിയും അനിശ്ചിതത്വവും അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെ കൂടിയാണ് നേരിട്ട് ബാധിക്കുന്നത്. മനാമയിലും കുവൈറ്റ് സിറ്റിയിലും തുടർച്ചയായി വീഴുന്ന മിസൈലുകളും ഡ്രോണുകളും കേവലം സൈനിക താവളങ്ങളെ മാത്രമല്ല, സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കൂടിയാണ് താളം തെറ്റിക്കുന്നത്. ബഹ്റൈനിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും താമസ സ്ഥലങ്ങൾക്കും പുറമെ ആമസോൺ ഡേറ്റാ സെന്ററിന് നേരെയും ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. കുവൈറ്റിലാകട്ടെ കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന മിസൈൽ വർഷത്തിൽ പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റുകൾക്കും തീപിടിക്കുകയും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി ഉൽപ്പാദനവും കുടിവെള്ള വിതരണവും പൂർണ്ണമായും നിലച്ചു. സ്ഥിതിഗതികൾ സങ്കീർണമായതോടെ വൈദ്യുതിയും വെള്ളവും പരമാവധി മിതമായി ഉപയോഗിക്കണമെന്ന് കുവൈറ്റ് മന്ത്രിസഭ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. യുദ്ധമുഖം വിശാലമാകുമ്പോൾ ഗൾഫ് നഗരങ്ങളിൽ ഉയരുന്നത് സാമ്പത്തിക സാമൂഹിക തകർച്ചയുടെ കരിനിഴലാണ്. പ്രത്യക്ഷത്തിൽ ഇത് USഉം ഇറാനും തമ്മിലുള്ള ശക്തി പ്രകടനമായി തോന്നാമെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മലയാളി പ്രവാസികളാണ്. ഗൾഫിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലെയും തൊഴിൽ മേഖലയെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെയും താങ്ങി നിർത്തുന്നത് ഏഷ്യൻ വംശജരായ പ്രവാസികളാണ്. വൈദ്യുതി നിലയങ്ങളും കുടിവെള്ള പ്ലാന്റുകളും തകരാറിലാകുന്നതോടെ ദുരിതത്തിലാകുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ്. കടുത്ത ചൂടുള്ള ഗൾഫ് കാലാവസ്ഥയിൽ ദീർഘനേരം വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെടുന്നത് ലേബർ ക്യാമ്പുകളിലും ഫ്ളാറ്റുകളിലും കഴിയുന്ന സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതം നരകതുല്യമാക്കും. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വെള്ളവും നിത്യോപയോഗ സാധനങ്ങളും സംഭരിച്ചു വെക്കേണ്ട അവസ്ഥയിലാണ് പല കുടുംബങ്ങളും. സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് പ്രവാസികളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. യുദ്ധവും ആക്രമണങ്ങളും ശക്തമാകുന്നതോടെ ആഗോള എണ്ണ വിപണിയിലും സമുദ്ര വ്യാപാര പാതകളിലും വലിയ അസ്ഥിരത രൂപപ്പെടുന്നു. ഇറാൻ തുറമുഖങ്ങളിൽ US നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ എണ്ണ ടാങ്കറുകൾ കത്തിയെരിയുന്നതും കടലിലെ ഭീതിജനകമായ അന്തരീക്ഷവും ക്രൂഡ് ഓയിൽ വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് വഴിതെളിക്കും. കമ്പനികളുടെ പ്രവർത്തനം മന്ദഗതിയിലാകാനും നിർമ്മാണ വ്യാപാര മേഖലകൾ സ്തംഭിക്കാനും ഇത് കാരണമാകും. പല സ്ഥാപനങ്ങളും ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനോ വേതനം വെട്ടിക്കുറയ്ക്കാനോ നിർബന്ധിതരായേക്കാം. പുതിയ തൊഴിലവസരങ്ങൾ പൂർണ്ണമായും അടയുന്നതോടൊപ്പം നിലവിലുള്ള ജോലി നഷ്ടപ്പെടുമോ എന്ന ഭീതി ഓരോ മലയാളി തൊഴിലാളികളെയും അലട്ടുന്നുണ്ട്. സുരക്ഷാ ഭീഷണിയും വ്യോമ ഗതാഗത തടസ്സങ്ങളുമാണ് പ്രവാസികൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുകയോ വിമാന സർവീസുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നത് പതിവായിട്ടുണ്ട്. അവധിക്ക് നാട്ടിൽ പോകാൻ കാത്തിരിക്കുന്നവർക്കും അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്കും ഇത് വലിയ തിരിച്ചടിയാണ്. കൂടാതെ യുദ്ധഭീതി കാരണം വ്യോമപാതകൾ അടയ്ക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂടാനും കാരണമാകുന്നു. നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് അയക്കുന്ന പണത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. പ്രവാസികളിൽ നിന്നും നാട്ടിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് കുറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തും വലിയ ആഘാതം സൃഷ്ടിക്കും. യുദ്ധം വിതയ്ക്കുന്ന ഭീതി പ്രവാസികളുടെ മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ദിനംപ്രതി 6ലധികം തവണ മുഴങ്ങുന്ന അപകട സൂചനാ സൈറണുകളും രാത്രികളിൽ കെട്ടിടങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന സ്ഫോടന ശബ്ദങ്ങളും ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും ചെറുതൊന്നുമല്ല. നാട്ടിലുള്ള ബന്ധുക്കളുടെ ഉത്കണ്ഠയും പ്രവാസികളുടെ മാനസിക ഭാരം വർദ്ധിപ്പിക്കുന്നു. സൈനിക താവളങ്ങൾക്ക് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരുന്നത് വലിയ അധിക സാമ്പത്തിക ബാധ്യതയ്ക്കും കാരണമാകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക പരിരക്ഷയുമില്ലാതെ ജീവിക്കുന്ന സാധാരണ പ്രവാസികൾക്ക് ഇത്തരമൊരു യുദ്ധാന്തരീക്ഷം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും സമാധാനത്തെയും ചോദ്യം ചെയ്യുന്ന ഇറാന്റെ നടപടികളെ UAEയും ഖത്തറും ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ കടുത്ത ഭാഷയിലാണ് എതിർത്തത്. മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യങ്ങളുടെ പ്രതിരോധത്തിനും സുരക്ഷയ്ക്കുമായി ബഹ്റൈനും കുവൈറ്റും ജോർദാനും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ വൈകുന്തോറും സാധാരണക്കാരായ മനുഷ്യരുടെ ആകുലതകൾ വർദ്ധിക്കുക മാത്രമേയുള്ളൂ. സ്വന്തം സുരക്ഷയേക്കാൾ ഉപരി നാട്ടിലെ
കുടുംബത്തെ പോറ്റാൻ ഗൾഫിലെത്തിയ പ്രവാസികൾക്ക് ഈ യുദ്ധം ജീവനും ജീവനോപാധിക്കും മേലെയുള്ള കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. അതത് രാജ്യങ്ങളിലെ എംബസികളും സർക്കാരുകളും പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഗൾഫ് നാടുകളിൽ യുദ്ധത്തിന്റെ തീപ്പൊരികൾ പടരുമ്പോൾ അതിൽ കരിഞ്ഞുണങ്ങുന്നത് ആയിരക്കണക്കിന് സാധാരണ പ്രവാസികളുടെ സ്വപ്നങ്ങളും കൂടിയാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും പരമാവധി ജാഗ്രത പുലർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ പ്രതിസന്ധി കാലത്ത് പ്രവാസികൾക്ക് മുന്നിലുള്ള ഒരേയൊരു മാർഗം. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മലയാളിയുടെയും ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് നാട്ടിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ തങ്ങളെ കാണാനായി എത്തുന്ന നിമിഷങ്ങളാണ്. തൊഴിൽ തിരക്കുകൾക്കിടയിൽ കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കൂടെയിരുത്തി ഒരു കപ്പ് ചായ കുടിക്കാനും അവരെ തങ്ങൾ ജോലി ചെയ്യുന്ന നഗരം മുഴുവൻ ചുറ്റിക്കാണിക്കാനും ആഗ്രഹിക്കാത്ത പ്രവാസികൾ ഉണ്ടാകില്ല. ഇത്തരത്തിൽ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ യുഎഇയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാസികൾക്കുമായി വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. ദുബായ് എക്കോണമി ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പുതുതായി തുടക്കം കുറിച്ച എ ദുബായ് ഇൻവൈറ്റ് എന്ന പദ്ധതിയിലൂടെ പ്രവാസികൾക്ക് ഏകദേശം 3000 ദിർഹം, അതായത് 68,000-ലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ആകർഷകമായ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത്. ഒരു നഗരത്തിന്റെ ടൂറിസം വളർച്ചയിൽ അവിടെ വസിക്കുന്ന വിദേശികളുടെ പങ്കിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ദുബായ് ഭരണകൂടം ഈ വേറിട്ട ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. ഇനി എന്താണ് എ ദുബായ് ഇൻവൈറ്റ് പദ്ധതി എന്ന് നോക്കാം. സാധാരണയായി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വൻ പരസ്യ പ്രചാരണങ്ങളാണ് നഗരങ്ങൾ നടത്താറുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് ദുബായിൽ താമസിക്കുന്ന പ്രവാസികളെ തന്നെ നഗരത്തിന്റെ അംബാസഡർമാരാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. ദുബായിൽ ജീവിക്കുന്ന പ്രവാസികൾക്ക് ഇവിടെയുള്ള കാഴ്ചകളെക്കുറിച്ചും ആതിഥേയത്വത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രവാസികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുമ്പോൾ അത് കൂടുതൽ വിശ്വസനീയമാകുന്നുണ്ട്. 2026 ജൂലൈ 20 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ വിസിറ്റ് വിസയിലോ വിസ ഓൺ അറൈവലിലോ ദുബായിലേക്ക് എത്തുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി നാമനിർദ്ദേശം ചെയ്യുന്ന പ്രവാസികൾക്കാണ് ഈ ഓഫറുകൾ ലഭിക്കുക. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അതിഥികൾ നഗരത്തിലെത്തുന്നതോടെ ക്ഷണിച്ച പ്രവാസിക്ക് റിവാർഡ് പാക്കേജുകൾ ഇമെയിൽ വഴി ലഭിക്കും. ലഭിക്കുന്ന 3000 ദിർഹത്തിന്റെ ഓഫർ ഒരു തുകയായി കയ്യിൽ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് ദുബായിലെ ആഡംബര ഹോട്ടലുകളിലെ താമസം, മികച്ച റെസ്റ്റോറൻറ്റുകളിലെ ഭക്ഷണം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ, യാത്രകൾക്കുള്ള ഡിസ്കൗണ്ടുകൾ എന്നിവയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. ദുബായ് മീന സയാഹി, വെസ്റ്റിൻ ദുബായ്, ലീ മെറിഡിയൻ, മെലിയ ഡെസേർട്ട് പാം, IHG ഹോട്ടലുകൾ തുടങ്ങിയ പ്രമുഖ ആഡംബര ഹോട്ടൽ ഗ്രൂപ്പുകളിൽ മികച്ച ഇളവുകൾ ഇതിലൂടെ ലഭ്യമാകും. കൂടാതെ IMG വേൾഡ് ഓഫ് അഡ്വഞ്ചർ, അക്വാ വെഞ്ചർ വാട്ടർ പാർക്ക് തുടങ്ങിയ വൻകിട തീം പാർക്കുകളിലേക്കും റിസോർട്ടുകളിലേക്കുമുള്ള ആകർഷകമായ കിഴിവുകളും കരീം, ഹല ടാക്സി സർവീസുകളുടെ ട്രാവൽ ആനുകൂല്യങ്ങളും ഈ പാക്കേജിന്റെ ഭാഗമാണ്. ഈ റിവാർഡുകൾ 2026 ഡിസംബർ 31 വരെ പ്രവാസികൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് UAEയിൽ ഏറ്റവും കൂടുതൽ പ്രവാസി ജനസംഖ്യയുള്ളത് മലയാളികളാണ്. നാട്ടിൽ നിന്നും മാതാപിതാക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരെയോ ദുബായ് കാണിക്കാൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. എന്നാൽ വിസിറ്റ് വിസ എടുക്കുന്നതിന്റെ ചെലവ്, ഹോട്ടൽ താമസത്തിന്റെ തുക, പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിന്റെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കയറുമ്പോഴുമാകുന്ന വൻ തുകകൾ പലപ്പോഴും സാധാരണക്കാരായ പ്രവാസികളെ പിന്നോട്ട് വലിക്കാറുണ്ട്. എന്നാൽ ഈ പുതിയ പദ്ധതി മലയാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. നാട്ടിൽ നിന്നും ആളുകളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ താമസ വിനോദ ചെലവുകളിൽ വലിയൊരു തുക കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും. പ്രത്യേകിച്ച് വേനൽക്കാലത്തോ വരാനിരിക്കുന്ന ഉത്സവ സീസണുകളിലോ കുടുംബത്തെ ഒപ്പം കൂട്ടാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങൾക്ക് ഈ റിവാർഡുകൾ വലിയൊരളവിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കും. കൂടാതെ തങ്ങൾ അധ്വാനിക്കുന്ന ഈ സ്വപ്ന നഗരം സ്വന്തം കുടുംബത്തിന് കുറഞ്ഞ ചെലവിൽ കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരം കൂടിയാണിത്. ഒരു എമിറേറ്റ്സ് ഐഡിയുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു UAE താമസക്കാരനും ഇതിൽ പങ്കാളികളാകാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: ദുബായ് ടൂറിസത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നാട്ടിൽ നിന്നും വരുന്ന അതിഥികളുടെ വിവരങ്ങളും, അതായത് സന്ദർശന തീയതി ഉൾപ്പെടെ നൽകി രജിസ്റ്റർ ചെയ്യുക. ഒരേ സമയത്ത് 5 പേരെ വരെ ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യാം. സെപ്റ്റംബർ 30 വരെയാണ് രജിസ്ട്രേഷനുള്ള സമയം. നിങ്ങളുടെ അതിഥി ഒക്ടോബർ 31-നകം ദുബായിലെത്തിയാൽ അധികൃതർ അത് ഓട്ടോമാറ്റിക്കായി പരിശോധിച്ച് റിവാർഡ് ഇമെയിലിൽ അയച്ചു തരും. ബോർഡിംഗ് പാസോ വിസ വിവരങ്ങളോ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പ്രവാസിക്ക് പരമാവധി 3 റിവാർഡ് പാക്കേജുകൾ വരെ ഇത്തരത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസയോ ഫ്ലൈറ്റ് ടിക്കറ്റോ ദുബായ് സർക്കാരിന്റെ വകയായി സൗജന്യമായി ലഭിക്കില്ല. അത് സന്ദർശകർ തന്നെ എടുക്കേണ്ടതാണ്. പക്ഷേ അവർ ദുബായിൽ എത്തിയ ശേഷം ചെലവാകുന്ന തുകയിൽ വലിയൊരു തുക ലാഭിക്കാൻ പ്രവാസികൾക്ക് ഈ 3000 ദിർഹത്തിന്റെ
നഗരത്തിന്റെ ഓഫറുകൾ വഴി സാധിക്കും. ചുരുക്കത്തിൽ പ്രവാസികളുടെ അതിഥികളെ നഗരത്തിന്റെ അതിഥികളായി സ്വീകരിക്കുകയാണ് ദുബായ്. ഒരു വശത്ത് ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുമ്പോൾ മറുവശത്ത് പ്രവാസികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കാവുന്ന നിമിഷങ്ങൾ കൂടുതൽ മനോഹരവും ലാഭകരവുമാക്കാൻ ഇത് സഹായിക്കുന്നു. അതുകൊണ്ട് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ ദുബായിലേക്ക് ക്ഷണിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇത് തന്നെയാണ്. പശ്ചിമേഷ്യൻ ഭൂപ്രദേശങ്ങളിൽ ഇറാനും ഇസ്രയേലും യുഎസും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സംഘർഷാവസ്ഥയും പുകയുമ്പോൾ ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഗൾഫ് മേഖലയിലേക്ക് നോക്കുന്നത്. എന്നാൽ യുദ്ധഭീതിയുടെയും അനിശ്ചിതത്വങ്ങളുടെയും കറുത്ത മേഘങ്ങൾക്കിടയിലും തങ്ങളുടെ ഭാവി വികസന പാതയിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് വയ്ക്കാതെ അത്ഭുതം സൃഷ്ടിക്കുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അനിശ്ചിതത്വങ്ങൾ താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണെന്നും ദീർഘകാല കാഴ്ചപ്പാടോടെയുള്ള സാമ്പത്തിക പുരോഗതിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും തെളിയിക്കുന്നതാണ് രാജ്യം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ. കേവലം അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണത്തിൽ ഒതുങ്ങാതെ അടുത്ത തലമുറയുടെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ടിട്ടുള്ള ഈ വമ്പൻ കുതിപ്പ് യുഎഇയെ തങ്ങളുടെ രണ്ടാം വീടായി കാണുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾക്കും അതിനിർണായകമായ പ്രത്യാശയും സുരക്ഷിതത്വവുമാണ് സമ്മാനിക്കുന്നത്. മെട്രോ ശൃംഖലയുടെ വികസനം മുതൽ ലോകോത്തര സാംസ്കാരിക കേന്ദ്രങ്ങളുടെ നിർമ്മാണം വരെ നീളുന്ന പദ്ധതികളാണ് രാജ്യത്തിന്റെ വിവിധ എമിറേറ്റുകളിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ദുബായ് മെട്രോയുടെ ഭാവി ഗതാഗത സ്വപ്നമായ ഗോൾഡ് ലൈൻ പദ്ധതി ഇതിലൊന്നാണ്. 3400 കോടി ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പൂർണ്ണ ഭൂഗർഭ പാതയ്ക്ക് 42 കിലോമീറ്റർ ദൈർഘ്യവും 18 അത്യാധുനിക സ്റ്റേഷനുകളുമാണ് ഉണ്ടാവുക. ഇതിനൊപ്പം 2029ഓടെ സർവീസ് ആരംഭിക്കുന്ന ബ്ലൂ ലൈൻ പദ്ധതിയുടെ ആദ്യഘട്ട തുരങ്ക നിർമ്മാണം പൂർത്തിയായതും രാജ്യത്തിന്റെ ഗതാഗത മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നുണ്ട്. മാത്രമല്ല യുഎഇയുടെ എമിറേറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇത്തിഹാദ് റെയിൽ പാസഞ്ചർ സർവീസ് യാഥാർത്ഥ്യമായതും വരും വർഷങ്ങളിൽ ഇത് GCC റെയിൽ ശൃംഖലയുടെ ഭാഗമാകാൻ പോകുന്നതും പ്രവാസികളുടെ യാത്രാനുഭവങ്ങളെയും തൊഴിൽ മേഖലയെയും പൂർണ്ണമായി മാറ്റിയെഴുതും. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, സാംസ്കാരിക മേഖലകളിലും യുഎഇ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. അബുദാബിയിലെ സാദിയാത്ത് ഐലൻഡിൽ ഉയർന്നു വരുന്ന ഗുഗൽഹൈം മ്യൂസിയം, ദാർ അൽ ഫുനൂൻ, യാസ് ഐലൻഡിലെ ഡിസ്നി ലാൻഡ്, റാസൽ ഖൈമയിലെ വിൻ അൽ മർജാൻ ഐലൻഡ് റിസോർട്ട് എന്നിവ രാജ്യത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തെ മാറ്റിമറിക്കും. കൂടാതെ പാം ജുമേറയേക്കാൾ ഇരട്ടിയിലധികം വിസ്തൃതിയുള്ള പാം ജബലലി പദ്ധതിയും പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 26 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവള വികസനവും യുഎഇയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഈ വമ്പൻ വികസന കുതിപ്പിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ യുഎഇയിലുള്ള ദശലക്ഷക്കണക്കിന് പ്രവാസികളാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ആഗോളതലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും യുഎഇ ഭരണം പുലർത്തുന്ന ഈ സ്ഥിരത പ്രവാസി സമൂഹത്തിന് വലിയ രീതിയിലുള്ള തൊഴിൽ സുരക്ഷിതത്വമാണ് നൽകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ്, IT, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ്, റീറ്റെയിൽ തുടങ്ങിയ സർവ്വ മേഖലകളിലും ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഈ പദ്ധതികളിലൂടെ തുറക്കപ്പെടുന്നത്. മുൻനിര തസ്തികകളിൽ മുതൽ വിദഗ്ധ തൊഴിലാളികൾക്ക് വരെ ഒരേപോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ വളർച്ച. സ്വന്തം നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും തളർച്ചകളിൽ നിന്നും പ്രവാസം നോക്കിപ്പാർക്കുന്ന മലയാളികൾക്ക് യുഎഇയുടെ ഈ മുന്നേറ്റം പുതിയ പ്രതീക്ഷകളുടെ വാതിലുകൾ തുറന്നിടുന്നു. മേഖലയിൽ അസ്ഥിരതയുണ്ടെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നിലനിൽക്കുമ്പോഴും അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് യുഎഇയിലുള്ള വിശ്വാസം അടിയുറച്ചതായി തുടരുന്നുവെന്നതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനവും ശക്തമായ ദേശീയ വികസന നയവും സുതാര്യമായ നിയമനിർമ്മാണങ്ങളുമാണ് പ്രതിസന്ധി ഘട്ടത്തിലും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുന്നത്. സമീപ ഭാവിയിലെ ചെറിയ ലാഭങ്ങൾക്കപ്പുറം വരും തലമുറകൾക്കായി ഒരു ദീർഘകാല സാമ്പത്തിക ആവാസ വ്യവസ്ഥ പണിതുയർത്തുകയാണ് ഭരണാധികാരികൾ ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധിയും ഹരിത ഊർജ്ജവും വിനോദസഞ്ചാരവും സമന്വയിപ്പിക്കുന്ന ഈ നവയുഗ വികസനം തെളിയിക്കുന്നത് യുഎഇ എന്ന രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം മാത്രമാണ്. ചുരുക്കത്തിൽ ഏതൊരു പ്രതിസന്ധിയെയും ഭയപ്പെടാതെ അതിജീവിക്കാനുള്ള ശേഷിയും ആസൂത്രണ മികവുമാണ് യുഎഇ കാഴ്ചവെക്കുന്നത്. സംഘർഷങ്ങളുടെ ഭീതിതമായ വാർത്തകൾക്കിടയിലും നിർമ്മാണ പ്രവൃത്തികളുടെയും പുതിയ പ്രഖ്യാപനങ്ങളുടെയും വാർത്തകൾ മുഴങ്ങുന്നത് കേവലം കെട്ടിടങ്ങളുടെ ഉയർച്ചയല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവിത നിലവാരത്തിന്റെയും ഭാവിയുടെയും ഉറപ്പ് സന്ദേശം കൂടിയാണ്. വരും ദശകങ്ങളിലും ഗൾഫ് പ്രവാസം മലയാളികളുടെ ജീവിതത്തിൽ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രമായി തുടരും എന്നതിന്റെ വ്യക്തമായ തെളിവാണ് യുഎഇയിൽ അതിവേഗം മുന്നേറുന്ന ഈ വികസന വസന്തം. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്, ലൂവ്ർ അബുദാബി, ബുർജ് ഖലീഫ തുടങ്ങി ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ തിളങ്ങി നിൽക്കുന്ന അത്ഭുത നിർമ്മിതികളാണ് പലപ്പോഴും യുഎഇയെ അടയാളപ്പെടുത്താറുള്ളത്. എന്നാൽ ഇത്തരം പ്രശസ്തവും തിരക്കേറിയതുമായ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കാൾ അധികമാരും അറിയാത്ത ശാന്തമായ ഹിഡൻ സ്പോട്ടുകൾ തേടി പോകുന്നതിലാണ് ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യമെന്ന കൗതുകകരമായ വിവരമാണ് പുറത്തു വരുന്നത്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിലാണ് യാത്രാപ്രേമികളുടെ ഈ പുതിയ അഭിരുചി മാറ്റം വ്യക്തമായത്.
പ്രവാസി സമൂഹവും പ്രാദേശിക നിവാസികളും വിദേശ വിനോദസഞ്ചാരികളും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ വാരാന്ത്യ വിശ്രമങ്ങൾക്കായി വലിയ കെട്ടിട സമുച്ചയങ്ങളെയല്ല, മറിച്ച് പ്രകൃതിയോട് ചേർന്നുള്ള ശാന്തമായ കോണുകളെയും പ്രാദേശിക പൈതൃക കേന്ദ്രങ്ങളെയുമാണ് ഇന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അബുദാബി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത 10-ൽ 7 പേരും, അതായത് 73% ആളുകളും തങ്ങൾ കണ്ടെത്തിയ ഇത്തരം അപ്രധാനവും എന്നാൽ മനോഹരവുമായ സ്ഥലങ്ങൾ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ശുപാർശ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ അൽഗോരിതങ്ങൾ നിർദ്ദേശിക്കുന്ന പരസ്യങ്ങളെക്കാളും ഇൻഫ്ലുവൻസർമാരുടെ റീലുകളെക്കാളും തങ്ങൾക്ക് പ്രിയം വിശ്വസ്തരായ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വ്യക്തിപരമായ അനുഭവ പങ്കുവെക്കുകകളാണെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടു. ഇൻസ്റ്റാഗ്രാം ഫോട്ടോകൾക്കപ്പുറത്തേക്ക് വാസ്തവികമായ സാംസ്കാരിക അനുഭവങ്ങളും ആധികാരികമായ പ്രാദേശിക അന്തരീക്ഷവും തേടാനുള്ള മനുഷ്യന്റെ സഹജമായ ആഗ്രഹമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അമിതമായ ജനത്തിരക്കും കോലാഹലങ്ങളും സൃഷ്ടിക്കുന്ന മടുപ്പിൽ നിന്ന് മാറി മനസ്സമാധാനത്തോടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇത്തരം ഇടങ്ങളെ ജനപ്രിയമാക്കുന്നത്. അബുദാബിയിൽ ആളുകൾ കൂടുതലായി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന അപ്രധാന കേന്ദ്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് തനിമയാർന്ന ഭക്ഷണശാലകളും സാംസ്കാരിക ഇടങ്ങളുമാണ്. തലസ്ഥാന നഗരിയിലെ ആർട്ട് ഹൗസ് കഫേ, ന്യൂഹിയൻ കഫേ എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. കേവലം ആഹാരം കഴിക്കുന്നതിനപ്പുറം കലയും പ്രകൃതിയും ആസ്വദിക്കാൻ സാധിക്കുന്ന ഇത്തരമിടങ്ങൾ യുവതലമുറയെയും കുടുംബങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ചരിത്രപ്രേമികൾക്കായി അലൈനിലെ ബ്രോൺസ് യുഗത്തിന്റെ അവശേഷിപ്പുകൾ പേറുന്ന ഫിലി പുരാവസ്തു പാർക്കും പൈതൃക നെയ്ത്തുവിദ്യകൾ പരിചയപ്പെടുത്തുന്ന ഹൗസ് ഓഫ് ആർട്ടിസൻസും സാംസ്കാരിക കൂട്ടായ്മയുടെ കേന്ദ്രമായ മനാരത്ത് അൽ സാദിയത്തും പുതിയ യാത്രാ ഭൂപടത്തിൽ മുൻപന്തിയിലുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിഴക്കൻ കണ്ടൽ കാടുകളിലൂടെയുള്ള കയാക്കിങ്ങും അതുപോലെ സാഹസികർക്കായി അൽ ദഫ്രയിലെ എമിറേറ്റ്സ് നാഷണൽ ഓട്ടോ മ്യൂസിയവും ജബൽ ഹാഫിറ്റിലെ മരുഭൂമി ക്യാമ്പിങ്ങും വേറിട്ട അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. പരമ്പരാഗത അബുദാബി ഈന്തപ്പഴ മാർക്കറ്റുകളിലെ കാഴ്ചകളും പ്രാദേശിക കച്ചവടങ്ങളുമൊക്കെ ഇത്തരത്തിൽ ജനങ്ങൾ സ്വയം കണ്ടെത്തുന്ന രഹസ്യനിധികളാണ്. അബുദാബിയിൽ മാത്രമല്ല, UAEയിലെ മറ്റ് എമിറേറ്റുകളിലും ഈ ഹിഡൻ സ്പോട്ട് സംസ്കാരം വേഗത്തിൽ പടരുകയാണ്. കോൺക്രീറ്റ് സൗധങ്ങളുടെ ഭംഗിക്കപ്പുറത്തേക്ക് എമിറേറ്റ്സിന്റെ പ്രകൃതിദത്തമായ സൗന്ദര്യം തേടി ആളുകൾ വണ്ടി കയറുകയാണ്. ഷാർജയിലെ ഗോർഫക്കാൻ കുന്നുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അൽ റഫീസ ഡാമും ഹാർട്ട് ഓഫ് ഷാർജയിലെ പുരാതന തെരുവുകളിലുള്ള സുഗന്ധദ്രവ്യ കഫേകളും പ്രവാസികളുടെ പ്രിയപ്പെട്ട വാരാന്ത്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. റാസ് അൽ ഖൈമയിലെ വാദി ഷൗക്കയിലെ വെള്ളച്ചാട്ടങ്ങളും ട്രക്കിംഗ് പാതകളും ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമായ അൽ ജസീറ അൽ ഹംറയും നിഗൂഢത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. ഫിജേറയിലെ ചരിത്രപ്രസിദ്ധമായ അൽ ബിദിയ പള്ളിയും ദിബയിലെ പ്രശാന്തമായ കടൽ തീരങ്ങളും UAEയുടെ മറ്റൊരു മുഖമാണ് തുറന്നു കാട്ടുന്നത്. ദുബായിൽ പോലും അത്യാധുനിക മാളുകൾക്ക് പകരം അൽ ഫഹീദി ചരിത്രപ്രധാന മേഖലയിലെ പരമ്പരാഗത ചായക്കടകളും വന്യജീവികളെ അടുത്തറിയാൻ സാധിക്കുന്ന അൽ ഖുദ്ര തടാകങ്ങളും റാസ് അൽ ഖൈമയിലെ മനോഹരമായ ഫ്ലെമിംഗോ സങ്കേതങ്ങളുമാണ് പ്രകൃതി സ്നേഹികൾ തിരഞ്ഞെടുക്കുന്നത്. ജനങ്ങളുടെ ഈ മാറ്റം കേവലം വിനോദത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ അടിസ്ഥാന ഘടനയെ തന്നെ കൂടുതൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. എല്ലാ വിനോദസഞ്ചാരികളും ചുരുക്കം ചില പ്രധാന കേന്ദ്രങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോഴുണ്ടാകുന്ന ഓവർ ടൂറിസം എന്ന പ്രതിസന്ധിയെ മറികടക്കാൻ ഇത് സഹായകരമാകുന്നു. നഗര കേന്ദ്രങ്ങൾക്ക് പുറത്തുള്ള ചെറുതും വലുതുമായ പ്രാദേശിക സംരംഭകർക്ക്, പ്രത്യേകിച്ച് പരമ്പരാഗത കഫേകൾക്കും കരകൗശല വിദഗ്ധർക്കും ഗ്രാമീണ റിസോർട്ടുകൾക്കും ഈ പ്രവണത സാമ്പത്തികമായി വലിയ ഊർജ്ജമാണ് നൽകുന്നത്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രദേശങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നത് UAEയുടെ സാംസ്കാരിക വൈദഗ്ധ്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാനും ഉപകരിക്കും. ശരവേഗത്തിൽ കുതിച്ചുവരുന്ന ആധുനിക നഗര ജീവിതങ്ങൾക്കിടയിൽ മനസ്സിന് തണുപ്പേകുന്ന നിശബ്ദമായ ഒരു കോൺ കണ്ടെത്തുക എന്നത് ഓരോ പ്രവാസിയുടെയും ആവശ്യമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കൃത്രിമ കാഴ്ചകളേക്കാൾ പ്രകൃതിയുടെ തനിമയും ചരിത്രത്തിന്റെ ഗന്ധവുമുള്ള ഇത്തരം ഹിഡൻ സ്പോട്ടുകൾ പ്രവാസ ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഏറ്റവും നല്ല ഔഷധമായി മാറുകയാണ്. അടുത്ത വാരാന്ത്യത്തിൽ നിങ്ങളുടെ യാത്ര ക്രമീകരിക്കുമ്പോൾ പ്രശസ്തമായ വലിയ കേന്ദ്രങ്ങൾക്ക് പകരം ആരും സഞ്ചരിക്കാത്ത ഏതെങ്കിലും ഒരു ചെറിയ വഴിയിലൂടെ യാത്ര ചെയ്തു നോക്കുക. ഒരുപക്ഷേ UAE നിങ്ങളെ കാത്തുവച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച അവിടങ്ങളിലായിരിക്കും ഒളിച്ചിരിക്കുന്നത്. UAEയിലെ 40 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന് ഏറെ നിർണായകമായ ഒരു മാറ്റത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനപ്രകാരം UAEയിലെ പാസ്പോർട്ട്, വിസ, സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപ്പെടുത്തൽ തുടങ്ങിയ കോൺസുലാർ സേവനങ്ങൾ ഇനി മുതൽ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ് ലഭ്യമാകുന്നത്. ഇതോടെ ദീർഘകാലമായി ഈ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ, SGYS ഗ്ലോബൽ എന്നീ ഏജൻസികളുടെ സേവനം അവസാനിച്ചു കഴിഞ്ഞു. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലോ ദുബായിലെ കോൺസുലേറ്റ് ജനറൽ ഓഫീസിലോ നേരിട്ടെത്തി ഇത്തരം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനി
സാധിക്കില്ല. രാജ്യത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ള 16 പുതിയ ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ വഴിയാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമവും അനായാസവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. ഈ സേവന കൈമാറ്റത്തിന് പിന്നിൽ അല്പം സങ്കീർണമായ നിയമപരമായ സംഭവ വികാസങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻപ് വിദേശകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ ടെൻഡർ തെരഞ്ഞെടുപ്പ് നടപടികളിൽ സാങ്കേതികമായ സുതാര്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതി ടെൻഡർ നടപടികൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ യുഎഇയിലെ ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് അത്യാവശ്യമായ പാസ്പോർട്ട്, വിസ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വിദേശകാര്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റ് മുഖേന സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ പ്രവാസികൾക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് താൽക്കാലിക ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് സേവന ചുമതല ഔദ്യോഗികമായി കൈമാറിയത്. വിദേശകാര്യ മന്ത്രാലയം കോടതി നിർദ്ദേശപ്രകാരം പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ ഈ സംവിധാനം തടസ്സമില്ലാതെ തുടരും. പുതിയ സംവിധാനത്തിലൂടെ അപേക്ഷിക്കുന്ന പ്രക്രിയ വളരെ ലളിതമായും സുതാര്യമായും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനായി പ്രവാസികൾ ഇനി പറയുന്ന ഘട്ടങ്ങൾ കൃത്യമായി പിന്തുടരേണ്ടതുണ്ട്. ആദ്യപടിയായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കണം. കമ്പ്യൂട്ടറിലോ ഫോണിലോ തനിയെ പൂരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏത് ആപ്ലിക്കേഷൻ സെന്ററിലെത്തിയും അവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടെ ഫോം പൂർത്തിയാക്കാവുന്നതാണ്. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ആണ്. ഇതിനായി അൽ ഹിന്ദ് സജ്ജീകരിച്ചിട്ടുള്ള കോൺസുലാർ സേവ ഇൻ UAE.com എന്ന പുതിയ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം. ദിവസേന രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കുമിടയിൽ 2 ഘട്ടങ്ങളായാണ് പുതിയ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ പോർട്ടലിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. അപേക്ഷകർ തങ്ങൾക്ക് സൗകര്യപ്രദമായ ആപ്ലിക്കേഷൻ സെന്ററും തീയതിയും സമയവും ഇതിലൂടെ തിരഞ്ഞെടുക്കണം. അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കിയ ശേഷം പാസ്പോർട്ട്, അസൽ രേഖകൾ, ചിത്രങ്ങൾ, അനുബന്ധ പ്രമാണങ്ങൾ എന്നിവ കൃത്യമായി തയ്യാറാക്കി വെക്കണം. നിയുക്ത തീയതിയിൽ നിശ്ചിത സമയത്തിന് 15 മിനിറ്റ് മുമ്പ് മാത്രം അപേക്ഷകർ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. അപേക്ഷയും രേഖകളും സമർപ്പിച്ച ശേഷം സർക്കാരിലേക്കുള്ള ഫീസും സേവന നിരക്കും അടയ്ക്കണം. തുടർന്ന് ലഭിക്കുന്ന സബ്മിഷൻ രസീത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. ഈ രസീത് ഉപയോഗിച്ച് ഓൺലൈൻ പോർട്ടലിലൂടെയോ പാസ്പോർട്ട് സേവാ പോർട്ടലിലൂടെയോ അപേക്ഷയുടെ തത്സമയ പുരോഗതി പരിശോധിക്കാം. പാസ്പോർട്ട് തയ്യാറായാൽ അപേക്ഷിച്ച കേന്ദ്രത്തിൽ നിന്ന് നേരിട്ടോ അല്ലാത്തപക്ഷം കൊറിയർ മാർഗമോ കൈപ്പറ്റാവുന്നതാണ്. പുതിയ സംവിധാനത്തിൽ അപേക്ഷകർ അടയ്ക്കേണ്ട ഫീസ് ഘടനയിൽ വ്യക്തമായ ധാരണയുണ്ടാകുന്നത് ഏറെ നല്ലതാണ്. മുൻപ് ഓരോ സേവനത്തിനും പ്രത്യേക നിരക്കുകൾ നൽകേണ്ടിയിരുന്ന സ്ഥാനത്ത് പുതിയ മാറ്റപ്രകാരം 19 ദിർഹത്തിന്റെ ഏകീകൃത സർവീസ് ചാർജ് മാത്രമാണ് അൽ ഹിന്ദ് ഈടാക്കുന്നത്. ഈ 19 ദിർഹത്തിൽ ഫോം പൂരിപ്പിക്കൽ, ഫോട്ടോ എടുക്കൽ, ഡോക്യുമെന്റ് ടൈപ്പിംഗ്, അപേക്ഷയുടെ പ്രിന്റൌട്ടുകൾ, ഫോട്ടോ കോപ്പികൾ, അപേക്ഷകന്റെ വിലാസത്തിലേക്കുള്ള ആഭ്യന്തര കൊറിയർ ഡെലിവറി എന്നിവയെല്ലാം അനുബന്ധമായി ഉൾപ്പെടുന്നു എന്നത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നത്. സാധാരണ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ഗവൺമെന്റ് ഫീസും സർവീസ് ചാർജും ഉൾപ്പെടെ ആകെ 477 ദിർഹവും തൽക്കാൽ സേവനങ്ങൾക്ക് 927 ദിർഹവുമാണ് ആകെ ചെലവ് വരുന്നത്. എല്ലാ കേന്ദ്രങ്ങളും ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കും. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ തന്നെ നേരിട്ട് കേന്ദ്രങ്ങളിലെത്തി സേവനങ്ങൾ കൈപ്പറ്റാനുള്ള സൗകര്യവും പുതിയ ക്രമീകരണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകൾ, നവജാത ശിശുക്കളുടെ ആദ്യ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർ, എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവർ, 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ വാക്ക്-ഇന്നായി കേന്ദ്രങ്ങളിലെത്താം. ഇവർക്ക് ആദ്യമെത്തുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. പ്രവാസികൾക്ക് തങ്ങളുടെ താമസത്തിന് തൊട്ടടുത്ത് തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAEയിലെ 7 എമിറേറ്റുകളിലായി 16 ആപ്ലിക്കേഷൻ സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നത്. അബുദാബിയിൽ അൽദാനയിലെ അൽ ഗെയ്ത്ത് ടവർ, മുസഫ ക്യാപിറ്റൽ മാൾ, അൽ ഡ്രീം ഐലൻഡിലെ വഫ്ര സ്ക്വയർ, അലൈനിലെ അൽ ഖിബീസി, മദീന സായിദ്, ഗയാത്തി മാൾ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ദുബായിലെ ബർദുബായിലെ UW മാളിലും ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് 1ലുമാണ് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഷാർജയിൽ അൽ മജാസിലെ ബെൽ റാഷിദ് ടവർ, അൽ മനാഖിലെ ഇന്ത്യൻ അസോസിയേഷൻ കെട്ടിടം, കൽബ, ഗോർഫക്കാൻ എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട്. അജ്മാനിൽ അൽ ജാഫറിലെ ഇന്ത്യൻ അസോസിയേഷൻ കെട്ടിടത്തിലും ഉമൽ ഖുവൈനിൽ ഇന്ത്യൻ അസോസിയേഷൻ അങ്കണത്തിലും കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ റാസൽ ഖൈമ അൽ മാമൂറയിലെ ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി ഓഫീസിലും ഫുജൈറ അൽ ഫസീൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബിലും കേന്ദ്രങ്ങൾ സജ്ജമാണ്. പ്രാദേശിക സംഘടനകളുടെ കെട്ടിടങ്ങളും പ്രമുഖ വാണിജ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഏറെ സഹായകരമാണ്. പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ പ്രവാസികൾ തിടുക്കം കൂട്ടാതെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. ഓൺലൈൻ വഴി അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ പേര്, ജനന തീയതി, നിലവിലെ പാസ്പോർട്ട് വിവരങ്ങൾ എന്നിവ തെറ്റുകൂടാതെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. വ്യാജ ഏജന്റുമാരുടെയോ വ്യാജ വെബ്സൈറ്റുകളുടെയോ കെണിയിൽപ്പെടാതെ ഔദ്യോഗിക പോർട്ടലായ കോൺസുലാർ സേവ ഇൻ UAE.com മാത്രം സന്ദർശിക്കുക. വിസ കാലാവധി തീരാൻ കാത്തു നിൽക്കാതെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുന്നതിന് 6 മാസം മുൻപെങ്കിലും പുതുക്കൽ നടപടികൾ ആരംഭിക്കുന്നതാണ് ഉചിതം. സാങ്കേതികമായി സുസജ്ജമായ പുതിയ ആപ്ലിക്കേഷൻ സെന്ററുകളും സംയോജിത ഫീസ് ഘടനയും പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസകരവും അനായാസവുമായ സേവനാനുഭവം സമ്മാനിക്കുമെന്ന കാര്യം ഉറപ്പാണ്.
ഗൾഫിലെ തൊഴിൽ ജീവിതത്തിന്റെ വേഗമേറിയ താളത്തിനിടയിൽ ഒരധിക അവധി ദിനം ലഭിക്കുക എന്നത് ഏതൊരു പ്രവാസിയുടെയും മനോഹരമായ സ്വപ്നമാണ്. ദിനം പ്രതിയുള്ള ജോലി തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാനും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും സമയം ചെലവഴിക്കാനും പ്രവാസികൾ കാത്തിരിക്കുന്ന അത്തരമൊരു വലിയ ആശ്വാസമാണ് അടുത്ത മാസമായ ഓഗസ്റ്റിൽ UAE-യിലുള്ളവരെ കാത്തിരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ജീവനക്കാർക്ക് തുടർച്ചയായ 3 ദിവസത്തെ നീണ്ട വാരാന്ത്യം ലഭിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. UAE സർക്കാരിന്റെ പുതിയ നിയമപരിഷ്കാരമായ 2024 ക്യാബിനറ്റ് പ്രമേയം നമ്പർ 27 അടിസ്ഥാനമാക്കിയാണ് ഇത്തരം നീണ്ട അവധികൾ പ്രവാസികൾക്ക് ലഭ്യമാകുന്നത്. വാരമധ്യത്തിൽ വരുന്ന പൊതു അവധി ദിനങ്ങൾ പ്രവൃത്തി ദിനങ്ങളുടെ തുടക്കത്തിലേക്കോ അല്ലെങ്കിൽ അവസാനത്തിലേക്കോ മാറ്റി ക്രമീകരിക്കാൻ ഈ നിയമത്തിലൂടെ സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട്. ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും ഉദ്ദേശിച്ചാണ് ഈ നിയമപരിഷ്കാരം കൊണ്ടുവരുന്നത്. ഈ വ്യവസ്ഥയനുസരിച്ച് ഹിജ്രി കലണ്ടർ പ്രകാരം റബി ഉൽ അവൽ 12 വരുന്ന പ്രവാചക ജന്മദിനം ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയാണ് വരുന്നത്. എന്നാൽ പൊതു അവധി കൈമാറ്റ നിയമം ബാധകമാക്കുന്നതോടെ ചൊവ്വാഴ്ചത്തെ അവധി ഓഗസ്റ്റ് 24 തിങ്കളാഴ്ചയിലേക്ക് മാറ്റാനാണ് സാധ്യത പ്രവചിക്കപ്പെടുന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ശനി, ഞായർ, തിങ്കൾ എന്നിങ്ങനെ തുടർച്ചയായി 3 ദിവസം രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് വിശ്രമം ലഭിക്കും. മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക കലണ്ടറിലെ തീയതികൾ നിശ്ചയിക്കപ്പെടുന്നത് എന്നതിനാൽ ചന്ദ്രപ്പിറവി സമിതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷമേ ഈ അവധി തീയതി അന്തിമമായി സ്ഥിരീകരിക്കപ്പെടൂ. ഓഗസ്റ്റിലെ ഈ ആശ്വാസ അവധിക്ക് ശേഷം പ്രവാസികളെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ അവസാന പൊതു അവധി ഡിസംബറിലാണ് എത്തുന്നത്. ഡിസംബർ 2, 3 തീയതികളിൽ ആഘോഷിക്കുന്ന ഈദ് അൽ എത്തിഹാദ് അഥവാ UAE ദേശീയ ദിനം 2 ദിവസത്തെ ഔദ്യോഗിക അവധിയാണ് രാജ്യത്തുടനീളം പ്രദാനം ചെയ്യുന്നത്. 1971 ഡിസംബർ 2-ന് 7 എമിറേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപീകരിച്ചതിന്റെ ചരിത്രപരമായ ഓർമ്മ പുതുക്കുന്നതാണ് ഈ ദിനം. ഓഗസ്റ്റിൽ ലഭിച്ചേക്കാവുന്ന ഈ നീണ്ട വാരാന്ത്യവും തുടർന്ന് വരാനിരിക്കുന്ന വലിയ ദേശീയ ദിനാഘോഷങ്ങളും UAE-യിലെ പ്രവാസി സമൂഹത്തിന് വലിയ സന്തോഷവും ഉന്മേഷവുമാണ് സമ്മാനിക്കുന്നത്. വീടിനായി നാടിനായി പ്രവാസ ലോകത്ത് വിയർപ്പൊഴുക്കുന്നവരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ ശീലം. അവിടെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളും ന്യൂസ് 18 ചാനലിലൂടെ നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കാം. ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ വാർത്തകളും വിശേഷങ്ങളും വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അടക്കം 9182411943 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരൂ. ആ വാർത്തകൾ അക്കരയിലൂടെ നിങ്ങൾക്ക് അവിടെയിരുന്നും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാട്ടിലിരുന്നും കാണാം. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും നമുക്ക് അക്കരയിലൂടെ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.